ഇന്ത്യയും ഒമാനും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. കരാർ പ്രകാരം ഒമാനിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന 99.38% ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവാക്കും. ഇന്ത്യൻ വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒമാനി ഉൽപ്പന്നങ്ങളുടെ 97.4%-ന് കസ്റ്റംസ് തീരുവ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിൻ്റെയും സാന്നിധ്യത്തിൽ ഒമാൻ വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസുഫ്, കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത്. 2024-25 കാലയളവിൽ $4.06 ബില്യൺ ഉൽപ്പന്നങ്ങളാണ് ഒമാനിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്തത്. ഇത് ആ വർഷത്തെ ഇന്ത്യയുടെ ആകെ കയറ്റുമതിയുടെ 0.93%. ഒമാനിൽ നിന്നുമുള്ള ഇറക്കുമതി $6.5 മില്യൺ ഇന്ത്യയുടെ ആകെ ഇറക്കുമതിയുടെ 0.91%. ഒമാനുമായുള്ള ഇന്ത്യയുടെ സാമ്പത്തിക നയതന്ത്ര ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന് 21-ാം നൂറ്റാണ്ടിൽ പുതിയ വിശ്വാസവും ഊർജ്ജവും പകരാൻ കരാർ സഹായിക്കുമെന്നും ഇന്ത്യ ഒമാൻ ബിസിനസ് ഫോറത്തിൽ സംസാരിക്കവേ നരേന്ദ്രമോദി പറഞ്ഞു. ഒമാനുമായുള്ള വ്യാപാര കരാർ GCC മേഖലയിലേക്കും കിഴക്കൻ യൂറോപ്പ്, മധ്യേഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്കുമുള്ള ഇന്ത്യയുടെ പ്രവേശന കവാടമായി വർത്തിക്കുമെന്ന് മന്ത്രി പീയൂഷ് ഗോയലും ചൂണ്ടിക്കാട്ടി. രത്നങ്ങൾ, ആഭരണങ്ങൾ, തുണിത്തരങ്ങൾ, തുകൽ, പാദരക്ഷകൾ, ഫർണിച്ചർ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മരുന്ന്, മെഡിക്കൽ ഉപകരണങ്ങൾ, ഓട്ടോമൊബൈൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കയറ്റുമതികളുടെ ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒമാനിലേക്ക് നികുതിരഹിത പ്രവേശനം കരാറിലൂടെ ഉറപ്പാകും. പാൽ ഉൽപ്പന്നങ്ങൾ, ചായ, കാപ്പി, റബ്ബർ, പുകയില തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ, പാദരക്ഷകൾ, കായിക ഉൽപ്പന്നങ്ങൾ എന്നിവയെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല.